ഇത്രയും വലിയ കല്ലുണ്ട്. കല്ലല്ല, കോൺക്രീറ്റ് അത്. പൊട്ടന്മാരാണോ? രാത്രി ഒരു ലോറി പെട്ടിടക്കുന്ന അവസ്ഥ ഉണ്ടോ? ഈ കല്ല് വെച്ചിട്ട് ആ കല്ലിന്റെ ഇടക്കോട്ട് ലോറി കയറിയിട്ട് ഫുള്ള് ബ്ലോക്ക്. വലിയ ലോറിയൊക്കെ വന്നിട്ട് കല്ലൊക്കെ അടി കയറിയിട്ട് ആക്സിലൊക്കെ ഇടിച്ചു കിടക്കും. ഇവിടുന്ന് ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ നടുക്ക്, റോഡിന്റെ നടുക്ക് ആപ്പാട് സർവീസ് റോഡിൽ കൂടെ വണ്ടി പോകുന്നു. ആ സർവീസ് റോഡിൽ കൂടെ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഇമാര് ആപ്പാട് സർവീസ് റോഡിൽ അവിടെ നിർത്തിയതാ. അപ്പൊ അവിടെ പോറ്റെന്ന് പറഞ്ഞു. ഈ സാധനത്തിന്റെ മുകളിൽ കൂടെ അവര് ക്ലീൻ ചെയ്തോണ്ടിരിക്കാന്നാ പറയണം. ഇതിന്റെ ഈ സർവീസ് റോഡിന് നടുക്കി വെച്ചിട്ട് ഈ സൈഡിൽ അടിച്ചിട്ട് നടുക്ക ഇങ്ങനെ നോക്കിയാ നിരത്തി വെച്ചിരിക്കുന്ന നോക്കി കാണിച്ചത്. നിരത്തി അങ്ങനെ കിലോമീറ്റർ കണക്കിന് വെച്ചിരിക്കുക. ഇത് നോക്കിയാ ഇതിന്റെ ഇടക്കൂടെയാണ് വണ്ടി പോകുന്നത് സർവീസ് റോഡിൽ കൂടെ. നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയിലേക്ക് വരുന്ന വഴി ബംഗാളികളുടെ ബുദ്ധി വിമാനം എന്ന് പറയുന്നത് കറക്റ്റ്. ഇമാര് കിടന്ന് കാണിക്കുന്ന ഓരോ വിവരക്കേട് കാരണം നാട്ടുകാരാണ് അനുഭവിക്കുന്നത്. അതിന്റെ ഡ്രൈവർ ഇപ്പൊ അടിയിലിരിക്കുക. എന്ത് വലിയ കല്ലിട്ടിരിക്കുന്നത് അടുക്കിട്ടിരിക്കുന്നത്. ഇത് അങ്ങേറ്റം വരെ ബ്ലോക്കാ. ഉള്ള വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുവോ? അല്ലേ എങ്ങോട്ടിട്ടോ? അവിടെ നിന്ന് ഇങ്ങനെ സർവീസ് റോഡാണ് ആകപ്പാടുള്ള. ഇതിങ്ങനെ കിടക്കുക. ഇതിനെ കൂടെയാണ് ഈ കാറും ബൈക്കും എല്ലാം കല്ലിന്റെ ഒക്കെ വലിപ്പം നോക്കി. വലിയ രാത്രി കാണാൻ നമ്മളെ ഇടിച്ചു പൊളിഞ്ഞാൽ ആഴ്ച വീഴായിരിക്കും.